ഹലോ, ഈ കാണുന്ന എന്താന്ന് മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ച കുടിക്കാണ് ഇതിപ്പോ ഫുൾ ആയിട്ടുണ്ട്. ഓടക്കത്തെ വെയിറ്റ് ആണ് കേട്ടോ. വിഷു ഒക്കെ അല്ലേ, അപ്പൊ നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മളിത് എറിഞ്ഞു പൊട്ടിക്കാന്ന് വിചാരിച്ചത്, പക്ഷെ മുറ്റത്ത് നല്ല വെയിൽ കണ്ട് അത് ഒഴിവാക്കി. പാവം റിയോ, ഇതിന് നല്ല വെയിറ്റ് ഉള്ള കാരണം പൊന്തിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഉമ്മർത്ത് വെച്ച് പൊട്ടിക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ ചുറ്റിക്കെടുത്ത് വന്നു. കറക്റ്റ് ആ ടൈം നോക്കി സ്വത്തുടനും കയറി വന്നു. അപ്പോഴേക്കും റിയോ ചുറ്റിയൊക്കെ എടുത്ത് മേടാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചെക്കനും ചുറ്റിയൊക്കെ പിടിവലി കൂടുന്നതാണ് ഈ കാണുന്നത്. ഒരു വിധത്തിൽ ഞാൻ ചുറ്റിക വാങ്ങി മുകളിൽ പൊട്ടിക്കാന്ന് വിചാരിച്ചത്, പക്ഷെ സൈഡാണ് പൊട്ടിയത്. അങ്ങനെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് കൊട്ടിയപ്പോഴാണ് ഇതിൽ ഇത്ര തോന്നെ കോയിൻസ് ഉണ്ട് മനസ്സിലായി. റിയോ ആണെങ്കിൽ കോയിൻസ് ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അവന് വേണ്ടത്ര ഓൻ വാരി കൂട്ടാണ്ട്. പിന്നെ ചെക്കനെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ കോയിൻസ് എണ്ണാൻ തുടങ്ങി. ഇതിൽ കുറച്ച് കേടായ 10 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനാണ്ട് മാറ്റി വെച്ചു. പിന്നെ പകുതി സ്വത്തുട്ടനും പകുതി ഞാനും കൂടി എണ്ണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. നമ്മളുടെ എണ്ണം തെറ്റിക്കലാണ് റിയോന്റെ പരിപാടി. അവസാനം അത് അമ്പലത്തിൽ നോട്ടണ പോലത്തെ ഒരു അവസ്ഥയിൽ പോയി. സ്വത്തുട്ടൻ പിന്നെ കട്ടിൽമൊക്കെ കയറി എണ്ണാൻ തുടങ്ങി. ഞാൻ പിന്നെ 2 രൂപയുടെ തുട്ടുകൾ കളക്ട് ചെയ്തിട്ട് അത് എണ്ണാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് റിയോ നിന്നിട്ട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. സ്വത്തുട്ടനാണെങ്കിൽ ഉറുമ്പ് അരിമണി കൂട്ടി വെച്ച പോലെ ജനൽമ കുറെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എണ്ണി കഴിഞ്ഞ പൈസ ഒക്കെ സെപ്പറേറ്റ് കവറിലാക്കി വെക്കണം. ആ കൊടുന്നതിൽ ഒരു കവർ മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു. എണ്ണി വയ്യാതായിട്ട് സ്വത്തുട്ടൻ കിടന്നിട്ടൊക്കെ എണ്ണാണ്. അങ്ങനെ 5ന്റെയും 10ന്റെയും ഒക്കെ സെപ്പറേറ്റ് കവറിലാക്കാൻ പോകും. ഇനിയിപ്പോ നമ്മളിത് ടോട്ടൽ എത്ര രൂപയെന്ന് കണക്കൂട്ടണം. കേടുവന്ന നോട്ടുകൾ ഒരു 55 രൂപ ഉണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് മൊത്തം 1604 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം 600-700 രൂപയെ പ്രതീക്ഷിച്ചിരുന്നത്. സോ ഇത് ഞങ്ങൾക്ക് വമ്പൻ സർപ്രൈസ് ആയി പോയി. പിന്നെ ഇതിൽ പഴയ കുറെ നാണയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. 50 ഒക്കെ ഒഴിവാക്കിയല്ലോ. പിന്നെ ഇത് കണ്ടോ, 1999 ഇറക്കിയ അമേരിക്കൻ ഡോളർ. ഇത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.